പ്രഖ്യാപനമെന്ന് തന്നെ നമുക്ക് ഈ ബജറ്റിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് കാളിദാസ്. തീർച്ചയായും മധ്യവർഗത്തിന് ഏറെ അനുകൂലമായിട്ടുള്ളൊരു ബജറ്റ് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം ഈ ഒരു നികുതി ഇളവ് തന്നെയാണ്. അത് എത്രത്തോളം മധ്യവർഗത്തിന് ആശ്വാസകരമാണെന്നുള്ളത് പറഞ്ഞറിയിക്കാനാവില്ല. കാരണം പ്രതീക്ഷിച്ചത് 10 ലക്ഷമായിരുന്നു, അത് 12 ലക്ഷമായി ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇങ്ങ് വരുമ്പോൾ രാജ്യത്തിൻ്റെ ആ ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെ, അല്ലെങ്കിൽ പ്രഖ്യാപനത്തിലെ ഓരോ കാര്യങ്ങൾ, ഓരോ എടുത്തെടുത്ത് സൂചിപ്പിക്കുന്ന നിരവധി ആനുകൂല്യങ്ങൾ രാജ്യത്തിൻ്റെ വളർച്ചയെ കേന്ദ്രീകരിച്ചാണെന്നുള്ളതാണ് ധനമന്ത്രി പ്രധാനമായും പറയുന്നത്. എന്നാലും നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് കേരളത്തിന് എന്ത് ലഭിക്കും എന്നുള്ള കണക്കിലാണ്. വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു നമ്മൾ നിന്നിരുന്നത്. നമുക്കൊപ്പം ബിനോയ് ഉണ്ട്, ബിനോയ് ഉണ്ട്. ബിനോയ്, കേരളത്തിന് പ്രതീക്ഷിച്ചതെല്ലാം കിട്ടിയെന്ന് പറയാനാകുമോ? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ മധ്യവർഗം അല്ലെങ്കിൽ ഈ ഇടനിലയിലുള്ള അല്ലെങ്കിൽ മോൾത്തട്ടിനും താഴെത്തട്ടിനും ഇടയിലുള്ള വിഭാഗങ്ങളെ വളരെയധികം തലോടിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നൽകിയിരിക്കുന്ന ഇളവുകൾ അല്ലെങ്കിൽ പുതിയ പ്രഖ്യാപനങ്ങൾ വളരെയധികം പ്രചോദനകരമാണ് പുതിയ സംരംഭകർക്കെന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഈ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയിലെ സംരംഭകർക്ക് മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ളവ അനുവദിക്കുക എന്ന് പറയുന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. കാരണം അത്തരത്തിൽ ഈ സമീപകാലങ്ങളിൽ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ ടൂറിസം മേഖലയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ആ മേഖലകളെ തലോടിക്കൊണ്ടുള്ള ഒരു, അല്ലെങ്കിൽ ടൂറിസം വിനോദസഞ്ചാര മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ സഹായം, അത് ഈ മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ്. അതിലെടുത്തു പറയേണ്ടത് മറ്റേ കാർഷിക മേഖലയിൽ നിന്നുള്ള മറ്റൊരു എടുത്തുചാട്ടത്തിലേക്ക് ഒരു ശ്രമം ധനമന്ത്രി നടത്തിയിരിക്കുമെന്ന് വേണമെങ്കിൽ പറയാനെങ്കിൽ, പ്രത്യേകിച്ചും പറയാൻ മുഖ്യമന്ത്രിയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ധൻധ്യാനം പദ്ധതി അനുസരിച്ച് ഏകദേശം 100 ജില്ലകൾക്ക് ആണ് പ്രത്യേക പാക്കേജ്. അതിനായി ഏകദേശം 1000 കോടിയോളം രൂപ തന്നെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ജില്ലകൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് കാർഷിക മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള ഉണർവാകും. മാത്രവുമല്ല, കാർഷിക മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്ന മറ്റു ചില എടുത്തു പറയത്തക്ക കാര്യങ്ങളും ശ്രദ്ധേയമാണ്. എന്തായാലും ബഡ്ജറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇതൊരു പ്രഖ്യാപനം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അനുബന്ധങ്ങൾ, അനക്ഷറുകൾക്കും ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് കേരളത്തിന് ഏതൊക്കെ തരത്തിൽ ഇത് ഉപയോഗപ്രദമാകും, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയ്ക്ക് ഇത് സഹായകരമാകും എന്ന് വ്യക്തമായി പറയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു നീക്കം ഈ ആദായ നികുതി ഘടനയിലുണ്ടായിരിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ ആദായ നികുതിക്ക് നൽകിയിരിക്കുന്ന ഇളവ്. ഏകദേശം 12 ലക്ഷം വരെയാണ് പരിധി നിർണ്ണയിച്ചിരിക്കുന്നത്. ഇതുവഴി പ്രതിവർഷം ഏകദേശം 80,000-ഓളം രൂപയുടെ ഒരു മാറ്റം അല്ലെങ്കിൽ ലാഭം ഈ നികുതിദായകർക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നതും ഇത്തരത്തിലുള്ള ഒരു ആദായ നികുതി പരിധി വർധനയായിരുന്നു. 10 ലക്ഷം വരെ പ്രതീക്ഷിച്ചിരുന്നു. അത് അല്പം കൂടി കടന്ന് 12 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ അധികം സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ ആദായ നികുതി ദാതാക്കൾ പറയാൻ, അല്ലെങ്കിൽ അവർ അതിനെ സ്വാഗതം ചെയ്യാനുള്ള സാധ്യത. അതേസമയം ഈ മറ്റ് സ്ലാബുകളിലും വലിയ തരത്തിലുള്ള ഉയർവ്, അതായത് 12 ലക്ഷത്തിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ ഉള്ള മറ്റ് സ്ലാബുകളിലും കാര്യമായൊരു വർധന വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നികുതി നൽകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ ഒരു കൃത്യമായ രീതിയിലേക്ക് എത്തിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമസ്ത മേഖലയും തലോടിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒട്ടനവധിയായ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇനിയാണ് വരേണ്ടത്. ഈ ഓരോ പാക്കേജുകളായിട്ട് നമ്മൾ വിഴിഞ്ഞം വ്യാവസായിക മേഖലയിൽ വിഴിഞ്ഞം ഉണ്ട്, അതുപോലെ തന്നെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പുനരധിവാസമുണ്ട്. അങ്ങനെ ഏകദേശം 14ഓളം മേഖലകളിലാണ് നമ്മൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നത്. ആ പ്രതീക്ഷകളൊക്കെ ഇനി തൊട്ടു പിന്നാലെ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം, ഈ മരുന്നുകളുടെ ഏകദേശം 30ഓളം മരുന്നുകൾക്കാണ് വില കുറയാൻ പോകുന്നത്. അത് ആരോഗ്യ മേഖലയ്ക്ക് ഒരു വലിയ മാറ്റം തന്നെ വരുത്താൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കുള്ള വില കുറയുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. പലപ്പോഴും സാധാരണക്കാരായ രോഗികൾക്കൊക്കെ അത് വളരെയധികം ഗുണം ചെയ്യും. അവർക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരു നേട്ടം എന്ന് തന്നെ എടുത്തു പറയാൻ കഴിയും. എന്നാൽ ഈ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇനി തൊട്ടു പിന്നാലെയുള്ള പ്രഖ്യാപനങ്ങളിൽ അറിയാൻ കഴിയും. എന്നാൽ ആദായ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഇനി വരാൻ പോകുന്നതുള്ളൂ. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു കൃത്യമായൊരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും പൂർണ്ണരൂപം എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടക്കാൻ കഴിയും. എന്തായാലും
മധ്യവർഗ വിഭാഗത്തിന് വലിയ തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാണ്. അതിൻ്റെ സൂചനകളാണ് ഈ ആദായ നികുതി സ്ലാബും ഒപ്പം തന്നെ കാർഷിക മേഖലയിലെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് സമ്മാനിക്കുവാൻ അല്ലെങ്കിൽ ഉണർവ് നൽകുവാൻ ഒരു പക്ഷേ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മേഖലയിലും ഒക്കെ തന്നെ ചില തലോടലുകൾ വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലക്കുറവ് വരാൻ പോകുന്നു, ഒപ്പം മൊബൈൽ ഫോണുകൾക്ക് വില കുറയാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ സാങ്കേതികപരമായി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മേഖലയ്ക്കും വലിയ ഒരു മുൻതൂക്കം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ചെറുകിട സംരംഭകരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ചെറുകിട സംരംഭകർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ്. സാധാരണഗതിയിൽ ഈ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സംരംഭകരൊക്കെ തന്നെ ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന വ്യവസായ സംരംഭങ്ങൾക്കായി ആയിരിക്കും. അതിന് ഇത്തരത്തിൽ ലോണുകൾ നൽകുവാൻ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ നല്ല ഒരു കാര്യമാണ്. അത്തരത്തിൽ നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും കാര്യമായ നേട്ടങ്ങൾ, ഒപ്പം ഈ ചെറുകിട വ്യവസായ സംരംഭർ, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ സ്റ്റാർട്ടപ്പുകളാണ് ഒരു പക്ഷേ ഈ ഗ്രാമീണ മേഖലയിലെ വ്യാവസായിക വിപ്ലവത്തിന് വഴിവെക്കാൻ സാധ്യതയുള്ളത്. അത്തരത്തിൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ തരത്തിൽ പ്രചോദനം നൽകുന്ന ഒരു ഘടന, ഒരു സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ, ഒരു പാക്കേജ് വന്നത് വലിയ സഹായകരമാകും. പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോത്സാഹനം നൽകുന്നതും ഈ പുതിയ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്കാണ്. അത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് ഒരു ഉണർവ് സമ്മാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒപ്പം ഈ നികുതിദായകർ, കാരണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഭാഗം ആളുകളും ഈ സാമ്പത്തികമായി വളരെ അധികം മുന്നിൽ പെടുന്നവരല്ല, സർക്കാർ ഉദ്യോഗം ഉള്ളവരൊക്കെയാണ്. അവർക്കൊക്കെ ഇത്തരം പുതിയ സ്ലാബ്, ഈ ആദായ നികുതി ഘടന വന്നത് വളരെ ഗുണം ചെയ്യും. അവർക്ക് ഒരു സഹായം കൂടിയായി ഇത് മാറിയിരിക്കുന്നു. എന്തായാലും വ്യവസായ മേഖലയ്ക്ക് കാര്യമായ ഒരു നേട്ടം, നമുക്ക് കേരളത്തിന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും കാര്യമായ ഒരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2037 സമ്പൂർണ്ണമായ ഒരു ആധിപത്യം, അതായത് സാമ്പത്തിക മേഖലയിൽ പൂർണ്ണമായ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മധ്യവർഗ വിഭാഗങ്ങൾക്ക് കൂടുതൽ പിന്തുണയാകുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റും ആ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. കാളിദാസ്. തീർച്ചയായും വിനയ്, അത് തന്നെയാണ്. കാരണം മധ്യവർഗത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ്, മധ്യവർഗ കേന്ദ്രീകൃത പരിഷ്കാരം തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തിന് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ബിനോയിലേക്ക് തിരിച്ചെത്താം. നമുക്കിതിൽ കൂടുതൽ വിശകലനം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു. കേരള വിഷൻ ന്യൂസിൻ്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ തത്സമയം കാണാം.